എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കടയിൽ നിന്നാണല്ലോ പപ്സൊക്കെ വാങ്ങിക്കുന്നത്. ഇനി കടയിൽ നിന്ന് പപ്സ് ഒന്നും വാങ്ങിക്കണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പൊരിച്ച പപ്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഓവണൊന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 തരം പപ്സാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് അളവിലാണ് മൈദാമാവ് എടുക്കുന്നത്. നിങ്ങൾക്ക് പപ്സ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6-7 പപ്സിനനുസരിച്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം. കാരണം നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു പരുവത്തിൽ ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കാരണം നമുക്ക് ആ ഒരു നെയ്യും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം അവിടെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുത്ത മാവാണ്. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വശക്കാം. ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു സവാള നല്ല നൈസായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മസാലയാണ്. ഇനി നമ്മളിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം. ഈ ഒരു ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടി ഐറ്റങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വേറെ അധികം ഇത് കൂടുതൽ വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മുട്ടയ്ക്കുള്ള നമുക്കുള്ള മസാല നല്ലതുപോലെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ മസാലയാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നേരത്തെ കുഴച്ചെടുത്ത മാവ് ഒന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു അളവിൽ, അധികം ചെറുതാവാൻ പാടില്ല. നമുക്ക് എന്നാലും ഈ ഒരു അളവിൽ വേണം നമുക്ക് എടുക്കാം. ഇനി ഇതിനെ മാവൊന്ന് തൂറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ അതവിടെ നല്ല വലുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 സൈഡുള്ള ആ ഒരു ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ഒരു 6 ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 6 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസിലും നമുക്ക് എണ്ണ തടവി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ അളവിൽ തന്നെ നമുക്കൊന്ന് വലിച്ച് നേരെയാക്കി കൊടുക്കണം. നമ്മളിതുപോലെ വയ്ക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ 6 കഷ്ണവും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 6 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാവ് തൂറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ അധികം വലുതായിട്ടല്ല, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയുടെ 1/4 ഭാഗമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതുപോലെ 4 സൈഡൊന്ന് മാവ് ഒന്ന് വെള്ളം കലക്കിയ ശേഷം ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൈദാമാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയ ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പുറത്താവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന ആ എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ തീ നല്ലതുപോലെ എണ്ണ ചൂടായ ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ച് തന്നെ
നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓവൺ ഉള്ളവർക്ക് ഇതിനെ ഒന്ന് നേരിട്ട് ഓവണിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ഓവണിലല്ലല്ലോ, എണ്ണയിലല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഓവണിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഓവണിൽ വയ്ക്കുന്നേക്കാളും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് ലെയറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട പപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മുട്ട പപ്സ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിരത്തിയ ശേഷം നമ്മൾ ഈ മുട്ട പപ്സ് തയ്യാറാക്കുന്നത് പോലെ ഒന്ന് നമ്മൾ 4 സൈഡ് ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഇവിടെ പപ്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, 2 സൈഡ് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ പപ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവണിലൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിൽ എണ്ണയിൽ തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നമുക്ക് ആ ഒരു മൈദ മാവിൻ്റെ ഒരു ഇത് സോഫ്റ്റായിട്ട് പോകും, മറ്റേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പപ്സ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചോ ഇതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.